ശ്രീരാഗൊക്കെ വിറച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ രാത്രി നടക്കുകയാണ്. നമുക്ക് നല്ല പേടിയുണ്ട്. ഈ കാട്ടിലൂടെ ഫുഡ് കഴിക്കാൻ പോണ വൈബ് നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടൂല. ശ്രീരാഗ് പാത്രം കളഞ്ഞു ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ സൺഡേ ആണ്, സൺഡേ ഈവനിങ് ആയി. നമുക്ക് എന്താ എല്ലാരും ഓരോ കാര്യം നോക്കി തിരക്കിലാണ്. അപ്പൊ നമുക്കപ്പോ നോക്കാം നമ്മളെ ഫ്രണ്ട്സ് ബാക്കിയുള്ള നമ്മളെ റൂംമേറ്റ്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത് നോക്കാം ഗൈസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആത്തിഫിനെ പോയി നോക്കാം. ആത്തിഫാണ് ഫസ്റ്റ് സർപ്രൈസ് ആയിട്ടാണ് എല്ലാരും നമ്മൾ നോക്കുന്നത്. ഒരുത്തനെ കിട്ടി ഗൈസ്. അവൻ റീൽ അഡിക്റ്റ് ആണ് ഗൈസ്. റീലും ഞായറാഴ്ച വൈകുന്നേരമായിട്ട് അവൻ റീല് കണ്ടാണ് തുടങ്ങുവാണ്. എനിക്ക് രാവിലെ മുതൽ കുളിച്ച് റെഡിയായി കുട്ടപ്പനായി നിൽക്കുന്നവർ പഠിച്ചു അപ്പൊ അടുത്തതായി നമ്മളെ ശ്രീരാഗാണ് ഗൈസ്. ശ്രീരാഗിന് പനിയാണ് ഗൈസ്. പനിയല്ലേ? കട്ടൻ ഉണ്ടാക്കി കുടിച്ച് നിൽക്കുകയാണ്. ഇവിടെ ബ്രെഡും അതിന്റെ ബ്രെഡ് മോഷിച്ച് നിന്ന ജിഷ്ണു, കള്ളൻ ജിഷ്ണു. മഴയാണ്, ലൈക്ക് മഴയും ചെറിയ തണുപ്പും പനിയും. അവനിത് അയ്യോ ബസ് കളിച്ചിരിക്കാം. എല്ലാ കളിയും തോക്കും. സൺഡേ ആയിട്ട് നവനീത് എന്താണ് ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? നവനീത് കാശി ഇവിടുത്തെ എല്ലാ റൂമും കാണിച്ചു കൊടുത്തേ, പക്ഷെ പഠിക്കണ റൂം മാത്രം കാണിച്ചില്ലല്ലോ. ഇല്ല, ആകെ നമ്മളിവിടെ വന്നത് എന്തിനാ? പഠിക്കാനല്ലേ? പഠിക്കണ സൗകര്യം കാണിച്ചു കൊടുക്കും. ഇവിടെ പഠിക്കണ ഒരു ടേബിൾ ഉണ്ടോ? ഇവിടെ എല്ലാം ഉണ്ട്. എന്റെ പഠിക്കാൻ ഒരു ടേബിൾ, പഠിക്കാൻ ടേബിൾ ഉണ്ട്. ആ വലിയ ടേബിൾ എന്തിനാ എന്റെ റൂമിലുണ്ട്? നീ യൂസ് ചെയ്യണം അത്. എവിടെ സപ്ലൈ കണക്ക് ഇവിടെ ഇല്ല, ഇവിടെ പ്രശസ്തി ഇല്ല. ഇല്ലാത്ത ഏക ഒരുത്തരാണ് ഈ ഹോസ്റ്റലില് പനി പിടിച്ച് കളിക്കുന്നത്. എല്ലാരും പ്രാഗി പനി ആയി. ഇവനൊരു 2 സപ്ലൈ, എനിക്ക് സപ്ലൈ കണക്ക് പറയില്ല. വീഡിയോ നമ്മുടെ നവനീതിന്റെ സപ്ലിയുടെ എണ്ണം നാളെ ഒരു സപ്ലിയുടെ ആയ പ്രായപൂർത്തിയായി സപ്ലിക്ക്. നവനീതിന് ഇപ്പൊ ടോട്ടലി കറന്റ് എത്ര സപ്ലി ഉണ്ട്? നവനീത 17 തികഞ്ഞ്. ഒരെണ്ണം കൂടെ ആയാൽ 18 ആവും. പൊള്ളുന്ന പനി. ഇതുകൊണ്ടാണ് അവന് സപ്ലൈ, ഇതാണ് സപ്ലൈ ഇട്ടുള്ള റീസൺ. നവനീത് ഫുൾ ടൈം പഠിത്തം. അതാണ് നവനീതിന് പഠിക്കണ റൂമിനെ പറ്റി ഒരു ടെൻഷൻ അല്ല. ശ്രീരാഗ് പറഞ്ഞു. പിന്നെ നിനക്ക് എന്തിനാ സപ്ലൈ ഇല്ലാത്ത? മെയിൻ ക്യാരക്ടർ എവിടെയോ പോയി. അവ ഈ ഹോസ്റ്റലിലാണെന്നേ ഉള്ളൂ, ഇവിടെ വരില്ല. അവ എവിടെയെങ്കിലും ഒക്കെ പോവും. കാശ് എഴുതുന്നുണ്ട്, പക്ഷെ എന്തോ നോക്കിയിട്ടാന്ന് അറിയില്ല. ഇത് കാലി പേജാണ്. അവൻ പേര് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും. കാശി, എന്റെ ഐഡിയനെ പറ്റി എന്താ അഭിപ്രായം? എന്റെ ഫോൺ എടുത്തോണ്ട് പോയിട്ട് അവൻ വീഡിയോ എടുത്തിട്ട് ഞാൻ അസൈൻമെന്റ് ചെയ്തായിരുന്നു. സ്റ്റഡി ടേബിളിന്റെ ഐഡിയ ആരാ തന്നെ? കിടന്നുറങ്ങിയാൽ അവൻ അവിടെ കിടത്തി ഉറക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ അതാ ആലോചിക്കണം, എണീപ്പിച്ചിട്ട് ശല്യപ്പെടുത്തുന്നതാ. രാത്രി കൂരിട്ടില് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ വന്ന ശ്രീരാഗൊക്കെ വിറച്ചിട്ടാണ് നടക്കുന്നത്. ശ്രീ വിറക്കടാ. ഹായ് അമാൻ. അമാനാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താണ് അമാനെ. അമാൻ എന്തെങ്കിലും പറയാണ്ടോ? പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ, ഫേമസ് ആവും. ലൈവാ. അമാൻ എക്സ്ക്ലൂസീവായിട്ട് എന്തോ പറയാണ്ട് പറഞ്ഞോ. അത് ഫോളോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോ. അമാൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അമാൻ 123 അല്ലേ? എന്താണ് അമാൻ 123. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അമാനാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ക്യാരക്ടർ. അതിനിതാ കുട്ടികൾ കാണാൻ ക്രീം ബണ്ണ് തിന്നാണ്. ഈ 2 കുട്ടികളും അവൻ്റെ ക്രീം ബണ്ണൊക്കെ നോക്കിക്കുക. ഒരു പീസ് പോലും കൊടുക്കണില്ല അവർക്ക്. അമാനും ക്രീം ബണ്ണ് തിന്നാണ്. എന്താ അഭിപ്രായം പറ്റി കേട്ടോ? ബ്രെഡ് തിന്നതാണ് നമ്മള്. നമ്മൾ ഈ ഇരുട്ടത്ത് രാത്രി നടക്കുകയാണ്. നമുക്ക് നല്ല പേടിയുണ്ട്. നമ്മൾ ഏതെങ്കിലും വന്യമൃഗങ്ങളായിട്ട് ഏറ്റവും വിട്ടുവന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്ന്. ഇതാണ് ജിത്തു. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടല്ലേ? എന്തെങ്കിലും പറയാണ്ടേ പറഞ്ഞോ? എന്തെങ്കിലും പറയും പ്ലീസ്. ഞാനും ആദ്യമായിട്ടല്ലേ. എക്സ്പ്ലോറിൽ സപ്ലി ഇല്ല, ഒരു സപ്ലി ഇല്ല ജിത്തുവിന് എക്സ്പ്ലോറിൽ. അതുകൊണ്ടാണ് മൊത്തം ടോട്ടൽ 2 സപ്ലൈ ഉള്ളൂ. ശ്രീരാഗിന്റെ പനി മാറാനുള്ള ടെക്നിക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുക. ശ്രീരാഗിന് ഒക്കെ ഒരു വണ്ടി കൊടുത്തേക്കാണ്. ശ്രീരാഗ് സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മോനെ
തിരിക്കോ ശ്രീരാഗ്. നമ്മള് ഒരു സാധനം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാഗിന് ബൈക്ക് കൊടുത്തയച്ചത്. ശ്രീരാഗ് സാധനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടു കരിയൂർ, കറിയൂർ നമ്മൾ ഡെലിവറി സർവീസും ചെയ്യുകയാണ്. നമ്മൾ സാധനം എടുക്കാൻ മറന്നു അല്ലേ ഫസ്റ്റ് ഡെലിവറിയിൽ. ഗായ്സ് നമ്മളൊരു സാധനം കൂടി എടുക്കാൻ മറന്നിരിക്കുകയാണ്. കറിയും കൂടി എടുക്കാൻ മറന്നിട്ടുണ്ട്. വീണ്ടും തിരിച്ചു വരികയാണ്. ശ്രീരാഗ് സർവീസ് എടുക്കണേ. ഇതൊന്ന് പിടിക്കും, ഈ ബോക്സ് പിടിക്കും. നമ്മൾ ആദ്യത്തെ ഡെലിവറിയാണ് ഗായ്സ് ഇത്. ഫസ്റ്റ് ഈ സാധനം എടുക്കാൻ മറന്ന്, ഇപ്പൊ മെയിൻ സാധനം എടുക്കാൻ മറന്നുണ്ട്. എത്ര കറി കൊണ്ടുവരികയാണ് ഗായ്സ്. ശ്രീരാഗിന്റെ കൂടെ ഡെലിവറി ചെയ്താൽ വന്നിട്ട് ഞാൻ കുടുങ്ങി ഗായ്സ്. ശ്രീരാഗിന് പറഞ്ഞു കൊടുത്ത സിഗ്നൽ എന്താ അറിയോ, ലൈറ്റ് ഇട്ട വീടാന്നാ പറഞ്ഞു കൊടുത്തിരിക്കണത്. ലെഫ്റ്റോ റൈറ്റ്. ശ്രീരാഗ് പാത്രം കളഞ്ഞു ഗായ്സ്. നമ്മളിപ്പോ വണ്ടി നിർത്തട്ടെ. ആകെ ഒരു പണിയാ ശ്രീരാഗിന് ഉണ്ടായിരുന്നുള്ളൂ, ആ പാത്രം കറക്റ്റായിട്ട് പിടിക്കുക. ആ പാത്രം അത് അവിടെ കളഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡെലിവറി, ഫസ്റ്റ് ഡെലിവറിന്റെ എക്സ്പീരിയൻസ് ആണിത്. ഇത് അർജുനാണ്, പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ. ഫസ്റ്റ് ടൈം അല്ലേ ക്യാമിയോ? എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? നല്ലൊരു പ്ലെയർ ആണ്. നമ്മുടെ ഡെലിവറിന്റെ സാലറി വന്നിട്ടുണ്ട്. അർജുൻ നല്ല കൈ വെക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഡെലിവറി ചെയ്തതിന്റെ സാലറിയാണത്. ഇവന്റെ സാലറി വരാണ്ട്. നമ്മളെല്ലാരും പാടെ ഇവന്റെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്, തേജസിന്റെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. നമ്മളെല്ലാരും പാടെ ഈ രാത്രി ഇങ്ങനെ തോളി കയറ്റി നടക്കാൻ ഭയങ്കര വൈബാ. നവനീത് തോളി കയറ്റുള്ള, കാരണം നവനീത് കുറച്ച് ഇൻട്രോവേർട്ടാണ്. നമ്മളെല്ലാരും ഇങ്ങനെ തോളി കയറ്റി നടക്കുക, വൈബാണിത്. രാത്രി 12 മണിക്ക് എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. നമ്മള് ഫസ്റ്റ് ടൈം അങ്ങനെ തേജസ് എന്ന് പറയുന്ന വൻമരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക്. മെയിൻ ക്യാരക്ടർ ഇവിടെ കിടക്കുകയാണുള്ളത്. ഹരി ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട് ഗായ്സ്. പുതിയൊരു ബുള്ളറ്റാണ് ഹരിന്റെ. പുതിയ ടയറ്, ബാക്കിൽ പുതിയ ടയറ്. ഇവിടെ ഇരിക്കാൻ പറ്റും. എവിടെ 5 ആൾക്കാര്. ഹരിന്റെ പുതിയ വണ്ടിയാണ് ഗായ്സ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാമല്ലേ. നമ്മളെ ഹോസ്റ്റലത്തെ മെയിൻ കഥാപാത്രം വരുന്നുണ്ടോ ആൽബിനെ? അപ്പൊ ബാക്കി എല്ലാരും പോവുകയാണ് ഗായ്സ്. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഓടിപ്പോയി ഓടുകയാണ്, ആൽബി ഓടുകയാണ്. ഇവനാണ് ആസിഫ് ഗൈസ്. ആദ്യം 10 ഡയലോഗ് അടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ല. ഇന്നലെ ഒരു ദിവസം ഒരു 5 വർഷം മീൻ വെച്ച് ഇവിടെ നമുക്ക് മിക്കവാറും ഒരാൾ ഞാനായിരിക്കും, ഞാനാണ് ഡെയിലി ഇവിടെ വഴിക്കുന്നത്. വഴിക്ക് വീണ് ഇരുട്ടത്ത് പോലെ ഫ്ലാറ്റ് അടിച്ചാൽ പോണേ. ഇതാണ് നമ്മുടെ ഫുഡ് സെറ്റപ്പ്. TV കാണാനായിട്ട് വീഡിയോ എടുക്കുന്ന കൊണ്ടുള്ള ഉപയോഗങ്ങൾ നമ്മുടെ പണി ആൽബി ചെയ്തു തരും. നമുക്ക് പോയിട്ട് വരാം ഗൈസ്. വിഷ്ണു അതാ പോകുന്നു, കാണാനില്ലല്ലോ. ശ്രീരാഗാണെങ്കിൽ ഒരു പൊട്ടൻ ചക്കൻ, സപ്ലി ഇല്ല, ബോധമില്ല. കാശിയാണെങ്കിലോ നല്ല മാനം ചേർപ്പ് സപ്ലി കൊണ്ട് ജവഹറിനെ കാണിച്ചു കൊടുക്ക്, ജവഹറിനെ കാണിച്ചു കൊടുക്ക്. നമ്മൾ ഇതേപോലെയാണ് നടക്കുന്നത്. എന്റെ കൈ ഈ കണ്ട് ക്യാമറ മറന്നുപോയി. 2-3 തവണ അങ്ങനെ പറ്റി. ഇത് കാണൂല, ഇരുട്ടായിരിക്കും. കൂടുതലും സൗണ്ട് ശ്രദ്ധിക്കുക. ജവഹറിന്റെ സൗണ്ട് കാണാനല്ല നമുക്ക് ശരിക്കും, അതാണ് പ്രശ്നം. ഫ്ലാഷ് അടിച്ചിട്ട് എനിക്ക് കണ്ണൊന്നും കാണില്ല. നമ്മൾ നല്ല അടക്കേണ്ട അവസ്ഥ. ഫിനാൻഷ്യലി അല്ല നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മൾ ക്യാമറ മാറ്റുന്നതായിരിക്കും അല്ലേ. DSLR എടുക്കും. ആദ്യം ഗ്യാമ്പിളിങ് തുടങ്ങിയിട്ടുണ്ട്. പ്രഡിക്ട് ചെയ്യാനൊക്കെ കറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ആൽബി വീടും പ്രഡിക്ട് ചെയ്ത് അത് കറക്റ്റ് ആയി. അതേപോലെ തന്നെയാണ് 500 റൗണ്ട് ഗ്യാമ്പിളിങ് കിട്ടും. ഇല്ലാതെ നമ്മൾ പറയുന്നില്ല, അത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, പുറത്ത് വിടുന്നത്. അപ്പൊ ഗായ്സ് നമ്മള് ഇന്നത്തെ വ്ളോഗ്, അതായത് ഒരു വീക്കെൻഡ് എങ്ങനെ നമ്മള് ഉറങ്ങുന്നത് രണ്ടുപേരും ഒരുമിച്ച് കിടന്നു. അല്ല, വീക്കെൻഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോ പുതിയ ക്ലാസ്സാ. നാളെ മുതൽ പുതിയ വീഡിയോ എന്ന് ഡെയിലി വീഡിയോ ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ കോളേജ് നമ്മളത് അനുവദിക്കുന്നില്ല. അങ്ങനെ പറയല്ലേ. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇവിടെ ഇപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.
അതിന്റെ കിടന്ന് ഉറങ്ങുന്നു. ഓ ഗായ്സ് നമ്മളപ്പോൾ ശരിയാണ്. ബൈ ബൈ ബൈ. ഒരു ഉമ്മ കൊടുക്കും. എനിക്ക് വേണ്ട ക്യാമറ കൊടുത്തോ. ഉമ്മ.